ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പ്രകാശേട്ടന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അതിനു മുമ്പ് ആളിങ്ങെത്തി. കൂടെ ആരെ ഉണ്ടല്ലോ. നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരണം. വേണ്ട പ്രകാശേട്ടാ, ഇനി ഞങ്ങൾ എങ്ങോട്ടും ഇല്ല. ഇനിയും അവിടെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ട എന്നെ തന്നെ ആയിരിക്കും സംശയിക്കുന്നത്. മീനാക്ഷി, ഞാനതിന് ക്ഷമ ചോദിച്ചില്ലേ? അനുഭവിച്ചതിനൊന്നും ക്ഷമ എന്നൊരു വാക്കുകൊണ്ട് പരിഹാരം ഉണ്ടാവില്ലല്ലോ. ഏതായാലും ഇപ്പൊ ഞങ്ങൾ എങ്ങോട്ടും ഇല്ല. പ്രകാശേട്ടൻ വിളിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. മീനാക്ഷിയുടെ തീരുമാനം അതാണെങ്കിൽ വേണ്ട. പക്ഷേ നമ്മുടെ അമ്മയച്ഛൻ താമസിക്കുന്ന പോലെ ആയുഷ്കാലം മുഴുവനും വാടക വീട്ടിൽ താമസിക്കണ്ട. സ്വന്തമായിട്ട് വീട് വേണം. അതിന് ഒരേട്ടൻ എന്ന സ്ഥാനത്ത് നിന്ന് ഞാൻ സഹായിക്കാം. ഇപ്പൊ വിനുവേട്ടന് ആവശ്യം വീടല്ല, ഒരു ജോലിയാ. ഉണ്ടായിരുന്ന ജോലിയാണെങ്കിൽ ഇന്ന് നഷ്ടപ്പെട്ടു. അച്ഛനും അമ്മയ്ക്കും ഇനി മുതൽ ചെലവിന് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടം വിനുവേട്ടന്. അതൊന്നോർത്ത് സങ്കടപ്പെടണ്ട. അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങള് ഞാൻ നോക്കിക്കൊള്ളാം. വിനുവിന്റെ ജോലിയുടെ കാര്യമല്ലേ, അത് ഞാൻ നോക്കിക്കൊള്ളാം. വിശ്വാസമാവുന്നില്ല അല്ലേ? ഞാൻ കാര്യമായിട്ടാ പറയുന്നത്. മീനാക്ഷി, ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് ഓരോന്നോരോന്നായിട്ട് പ്രായശ്ചിത്തം ചെയ്യണം. അതിനെ പോലും നിങ്ങൾ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ വലിയ കഷ്ട. പ്രകാശേട്ടൻ ഇരിക്കെ, ഞാനൊരു ചായ ഇടാം. ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നതല്ലേ. വേണ്ട, ഇപ്പൊ ചായയൊന്നും വേണ്ട. ഞാൻ നാളെ ഇങ്ങോട്ട് വരും. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ആയിക്കോട്ടെ. വിനു, രാവിലെ റെഡിയായിട്ട് നിൽക്ക്. നമുക്ക് കുറച്ച് സ്ഥലത്തൊക്കെ പോവാനുണ്ട്. അപ്പോ എല്ലാം പറഞ്ഞ പോലെ രാത്രിയിൽ യാത്രയില്ല. വരട്ടെ. ചായ. എന്നും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ചെടികളൊക്കെ വാടും. മാവ് നല്ല പൂവിട്ട് വന്നതായിരുന്നു, ഒക്കെ കൊഴിഞ്ഞു. അല്ലെങ്കിലും മക്കളെ കണ്ടും മാമ്പൂക്കളെ കണ്ടും മോഹിക്കരുതെന്നാ. പ്രകാശനെവിടെ? ഉറക്കം എഴുന്നേറ്റില്ലേ? എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി അതിരാവിലെ എങ്ങോട്ട് പോന്ന കണ്ടു.
നീ ചോദിച്ചില്ലേ എങ്ങോട്ടാ പോന്നേന്ന്? ആള് കുളിക്കുന്നത് കണ്ട് ഞാൻ അടുക്കളയിൽ നിന്ന് ചായ ഇട്ടോണ്ട് വന്നപ്പോഴേക്കും പ്രകാശേട്ടൻ പോയി. ആ പ്രകാശിന് വല്ല ഗുണമുള്ള കാര്യത്തിനായിരിക്കും പോയത്. അതെന്തായാലും അങ്ങനെ തന്നെയായിരിക്കും. എന്നാലും 2 ദിവസമായിട്ട് ആൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ആർക്ക്? എന്റെ മോൻ പ്രകാശനോ? നിനക്ക് വേറെ ജോലിയൊന്നുമില്ല സുചിത്രേ. എന്നാലും ഈ പ്രകാശേട്ടൻ എങ്ങോട്ട് പോയതായിരിക്കും? പ്രകാശേട്ടന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, അതിനു മുമ്പ് ആളിങ്ങെത്തി. കൂടെ ആരോ ഉണ്ടല്ലോ. വിനുമോൻ. വിനുവോ? മാധവേട്ട, ദേ വിനു പ്രകാശിന്റെ കൂടെ വരുന്നു. പ്രകാശേട്ട, വിനുവേട്ടൻ ഇങ്ങനെ... അതൊക്കെ പറയാം. നീ പോയേ വിനുവിനൊരു ചായ എടുക്ക്. ഞാൻ ചായ എടുക്കാം. വിനുവേട്ട ഇഷ്ടപ്പെട്ട ദോശയും സാമ്പാറും ഉണ്ട്. വേണ്ട, നീ തൽക്കാലം ചായ മാത്രം എടുത്താ മതി. സുമിത്രേ, വേറൊന്നും കൊണ്ടല്ല, ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മീനാക്ഷി ഉണ്ടാക്കിയ നല്ല പൂ പോലെയുള്ള ഇഡലിയും ചമ്മന്തി. മീനാക്ഷിക്ക് നല്ല കൈപ്പുണ്യ. പ്രകാശേട്ടാ, ഞാൻ ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോ? നിനക്ക് വിശ്വാസം വരുന്നില്ല അല്ലേ? വിശ്വാസം ആയില്ലെങ്കിലേ വിനുവിനോട് തന്നെ നീ ചോദിക്ക്. മോനെ, നിനക്കും മീനാക്ഷിക്കും സുഖാണോ? പ്രകാശേട്ടാ, എനിക്കിതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ സത്യം തന്നെയാണോ? ഇപ്പോ ബീനു പറഞ്ഞിട്ടും വിശ്വാസം വന്നില്ല അല്ലേ? എന്നാലേ നീ ബാക്കി കൂടി കേട്ടോ. ഞാനേ ഈ വീട്ടിലെ മൂത്ത മകനാണ്. മനോജിനെ പോലെ തന്നെയാ എനിക്ക് വിനു. മാനത്തെ കൊട്ടാ